ആയിരത്തിലേറെ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കിയ ഒരു സീരിയൽ സെക്ഷൽ ഒഫൻഡർ. തന്റെ സ്വകാര്യ ദ്വീപിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഉന്നതർക്കും നിശാ പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്ന, ബാലപീഡനങ്ങൾ മുതൽ മനുഷ്യക്കടത്ത് വരെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ പേരും 65 ലക്ഷത്തിലേറെ പേജുകളുള്ള എപ്സ്റ്റീൻ ഫയൽസിലൂടെ പുറത്തുവരുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ വിശദാംശങ്ങളും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിക്കപ്പെട്ടതോടെ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും പ്രമുഖ വ്യവസായി അനിൽ അംബാനിയുടെയും പേരുകൾ ഈ ഫയലിൽ എങ്ങനെ വന്നു? എപ്സ്റ്റീൻ ഫയൽസിനെ ചുറ്റിപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ എന്തൊക്കെയാണ്? OBC പരിശോധിക്കുന്നു. ലൈംഗിക കുറ്റാരോപണ കേസിൽ വിചാരണ നേരിടവെ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത അമേരിക്കൻ ധനകാര്യ വിദഗ്ധനും ശതകോടീശ്വരനുമാണ് ജെഫ്രി എപ്സ്റ്റീൻ. തന്റെ സ്വകാര്യ ദ്വീപിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഉന്നതർക്കും നിശാ പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ 2008 പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക തൊഴിൽ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ആദ്യമായി അറസ്റ്റിലാവുന്നത്. ഈ കേസിൽ 13 മാസത്തെ ജയിൽവാസത്തിന് ശേഷം എപ്സ്റ്റീൻ പുറത്തിറങ്ങി. തുടർന്ന് അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ FBI നടത്തിയ അന്വേഷണത്തിലാണ് എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങൾ പുറം ലോകമറിയുന്നത്. 2025 US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സമർപ്പിച്ച മെമ്മോ പ്രകാരം വീഡിയോകളും ഫോട്ടോകളും ഉൾപ്പെടെ ഏതാണ്ട് 300 GB വരുന്ന വിവരങ്ങൾ FBI കേസിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു. ഈ വിവരങ്ങളാണ് പിന്നീട് എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ പുറത്തുവിട്ടത്. എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ ദ്വീപാണ് ലിറ്റിൽ സെന്റ് ജെയിംസ്. ദ്വീപ് സന്ദർശിച്ചവരിൽ പ്രമുഖ വ്യവസായികളായ എലോൺ മസ്കും ബിൽ ഗേറ്റ്സും മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെയുണ്ട്. ഈ ദ്വീപിൽ FBI നടത്തിയ അന്വേഷണത്തിൽ 1000-ലേറെ സ്ത്രീകളെയും കുട്ടികളെയുമാണ് എപ്സ്റ്റീന്റെ വിവിധ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായതായി കണ്ടെത്തിയത്. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങൾക്കിരയായ വിർജീനിയ ഗിഫ്രി എന്ന സ്ത്രീ 2015 നൽകിയ മാനനഷ്ട കേസിന് പിന്നാലെയാണ് എപ്സ്റ്റീൻ രേഖകൾ ആദ്യമായി പുറത്തു വന്നത്. തുടർന്ന് 2025 നവംബറിൽ ഈ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നതിനായി എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്ന പേരിൽ അമേരിക്കൻ പാർലമെന്റ് പ്രത്യേക നിയമം വരെ പാസാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് 2024 മുതൽ 26 വരെ വിവിധ ഘട്ടങ്ങളിലായി രേഖകൾ പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് 65 ലക്ഷത്തോളം പേജുകൾ അടങ്ങുന്ന രേഖയാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഇതിന്റെ 35 ലക്ഷത്തോളം പേജുകൾ വരുന്ന അവസാന ഭാഗം പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ്. ഈ ഭാഗത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വ്യവസായി അനിൽ അംബാനി, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുടെ പേരുകൾ ഇമെയിലുകളിലും മെസ്സേജുകളിലുമായി എപ്സ്റ്റീൻ പരാമർശിച്ചതായി US അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇതുകൂടാതെ ഇന്ത്യൻ വംശജരായ എഴുത്തുകാരൻ ദീപക് ചോപ്രയുടെയും സംവിധായിക മീര നായരുടെയും പേരുകൾ രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ-ഇസ്രായേൽ കൂടിക്കാഴ്ചയ്ക്ക് വരെ താൻ മധ്യസ്ഥനായിട്ടുണ്ടെന്നാണ് എപ്സ്റ്റീന്റെ ഇമെയിലുകളിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 2017 ജൂലൈ 6-ന് എപ്സ്റ്റീൻ ജാബർ വൈ എന്ന മേൽവിലാസത്തിലേക്ക് അയച്ച ഇമെയിലിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപദേശങ്ങൾ സ്വീകരിച്ചു. US പ്രസിഡന്റിന് ഗുണമുള്ള രീതിയിൽ അയാൾ ഇസ്രായേലിൽ പ്രവർത്തിച്ചു. ഏതാനും ആഴ്ചകൾ മുമ്പ് അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഫലിച്ചു. ഇതായിരുന്നു എപ്സ്റ്റീൻ അയച്ച ഇമെയിൽ. ഇമെയിൽ പറയുന്നത് പോലെ തന്നെ 2017 ജൂലൈ 4 മുതൽ 6 വരെയുള്ള തീയതികളിൽ മോദി ഇസ്രായേൽ സന്ദർശിച്ചതിന് ഔദ്യോഗികമായ രേഖകളുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇതിന് 10 ദിവസങ്ങൾക്ക് മുമ്പായി, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 25, 26 തീയതികളിൽ മോദി US സന്ദർശനവും നടത്തിയിട്ടുണ്ട്. ഇതിനെയാണ് എപ്സ്റ്റീൻ മോദി ഇസ്രായേൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തിയത്. ജൂണിൽ US-ൽ വെച്ച് ട്രംപ് നൽകിയ ഉപദേശങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ കൂടിക്കാഴ്ച ഫലം കണ്ടത് എന്നാണ് എപ്സ്റ്റീൻ അവകാശപ്പെടുന്നത്. മോദിയുടെ മാത്രമല്ല, കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരും എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നുണ്ട്. 2025 നവംബറിലാണ് ഹർദീപ് സിംഗ് പുരിയുടെ പേര് പരാമർശിക്കുന്ന രേഖകൾ ആദ്യമായി പുറത്തു വന്നത്. 2014 സെപ്റ്റംബർ 19 നടന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിക്കിടെ മറ്റൊരു പരിപാടിക്ക് പുരിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് എപ്സ്റ്റീൻ പറയുന്നു. മുൻ വൈറ്റ് ഹൗസ് കൗൺസിൽ അംഗം കാത്തി റൂമുലേറിന് അയച്ച ഇമെയിലാണ് ഇത് പറയുന്നത്. ഇക്കാലയളവിൽ ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ അഡ്വൈസർ ആയിരുന്നു പുരി. ഇതിനും 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJP-യിൽ അംഗത്വമെടുത്തിരുന്നു. ഈ ജനുവരി 30-ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിലും പുരിയുടെ പേരുണ്ട്. ഇമെയിലുകൾ പ്രകാരം 2014 മുതൽ 2017 വരെ കുറഞ്ഞത് 3 തവണയെങ്കിലും എപ്സ്റ്റീനുമായി പുരി നേരിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 2014 സെപ്റ്റംബറിൽ എപ്സ്റ്റീൻ അയച്ചൊരു ഇമെയിലിൽ അമേരിക്കൻ ബിസിനസ്സുകാരൻ റീഡ് ഹോഫ്മാന് ഹർദീപ് സിംഗ് പുരിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. ആഗോള തൊഴിൽ സേവന പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് ഹോഫ്മാൻ. ഇന്ത്യയിൽ താങ്കളുടെ ആൾ പുരിയാണ് എന്നാണ് എപ്സ്റ്റീൻ അയച്ച ഇമെയിൽ.
തുടർന്നുള്ള മാസങ്ങളിൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് പുരി എപ്സ്റ്റീനും ഹോഫ്മാനും സന്ദേശം അയക്കുന്നുമുണ്ട്. എപ്സ്റ്റീനുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം ജോലി സംബന്ധം മാത്രമായിരുന്നു എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പുരി നൽകിയ മറുപടി. എപ്സ്റ്റീന്റെ ക്രിമിനൽ ചുറ്റുപാടുകളെ പറ്റി തനിക്ക് അറിയില്ലായിരുന്നു എന്നും പുരി വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ 2008 മുതൽ തന്നെ എപ്സ്റ്റീൻ ലൈംഗികാരോപണ വിധേയനാണ് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. മന്ത്രിസഭയിലില്ലെങ്കിലും മോദി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന് സ്ഥിരം ആരോപണമുള്ള മറ്റൊരാളുമുണ്ട് എപ്സ്റ്റീൻ ഫയൽസിൽ. മറ്റാരുമല്ല, റിലയൻസ് എ ഗ്രൂപ്പിന്റെ ചെയർമാൻ അനിൽ അംബാനി. ഇമെയിലുകൾ അനുസരിച്ച് 2017 മുതൽ തന്നെ അനിൽ അംബാനിക്ക് എപ്സ്റ്റീനുമായി ബന്ധമുണ്ട്. ഡൽഹിയിലുണ്ട്. എനിക്ക് ജാരേഡിനെയും ബാനണിനെയും കാണാൻ നേതൃത്വം നിങ്ങളുടെ സഹായം ആഗ്രഹിക്കുന്നു. ഡൊണാൾഡിനെ കാണാനും സഹായം വേണം. ഇതായിരുന്നു അനിൽ അംബാനി എപ്സ്റ്റീൻ അയച്ച ഇമെയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും മുതിർന്ന ഉപദേഷ്ടാവുമായ ജാരഡ് കുഷ്ണറിനെയും മറ്റൊരു ഉപദേഷ്ടാവായ സ്റ്റീവ് ബാനണിനെയുമാണ് അനിൽ അംബാനി മെസ്സേജുകളിൽ പരാമർശിക്കുന്നത്. ആരെയാണ് നേതൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇമെയിലുകളിൽ നിന്ന് വ്യക്തമല്ല. 2019 മെയ് 23 ഈ ദിവസം അനിൽ അംബാനി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയതായി തെളിവുകളുണ്ട്. ഈ ദിവസത്തിന്റെ പ്രത്യേകത മറന്നു കാണില്ലായിരിക്കും അല്ലെ? മോദിയുടെ നേതൃത്വത്തിൽ BJP രണ്ടാമതും ഇന്ത്യയുടെ ഭരണകേന്ദ്രങ്ങളിലേക്ക് കുതിച്ചുകയറിയ ദിവസമായിരുന്നു ഇത്. വിജയം പ്രഖ്യാപിച്ച ഈ ദിവസം എപ്സ്റ്റീനുമായുള്ള മീറ്റിംഗ് ഉറപ്പിച്ചുകൊണ്ട് അനിൽ അംബാനിയുടെ ഓഫീസ് അയച്ച ഇമെയിൽ സ്ക്രീൻഷോട്ടുകൾ എപ്സ്റ്റീൻ രേഖകളിലുണ്ട്. ഇതേ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ സ്റ്റീവ് ബാനൺ അയച്ച സന്ദേശത്തിൽ താൻ മോദിയുടെ ആളെ കണ്ടു എന്ന് എപ്സ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. എപ്സ്റ്റീൻ താൻ അന്നത്തെ ദിവസം പകൽ കൂടിക്കാഴ്ച നടത്തിയ അനിൽ അംബാനിയാണ് മോദിയുടെ ആളായി ഉദ്ദേശിക്കുന്നത് എന്ന ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട്. ഇതിനിടെ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ട വ്യക്തികളെയും സംഭവങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള വ്യാജ വാർത്തകളുടെയും AI നിർമ്മിത ചിത്രങ്ങളുടെയും ഒക്കെ വലിയ കുത്തൊഴുക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. മീര നായരുടെ പേര് പരാമർശിക്കപ്പെട്ടതിന് പിന്നാലെ മകനും ന്യൂയോർക്ക് മേയറുമായ സൊഹറാൻ മംദാനിയാണ് വ്യാജ വാർത്തകൾ ലക്ഷ്യവെക്കുന്ന പ്രധാനപ്പെട്ട ഇര. ഫെബ്രുവരി 1 എപ്സ്റ്റീനും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും ഒപ്പം മംദാനിയെ കയ്യിലെടുത്തു നിൽക്കുന്ന മീര നായരുടെ ഒരു ചിത്രം പ്രശസ്ത അമേരിക്കൻ നടൻ മൈക്കൽ റപ്പാപ്പോർട്ട് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. കാട്ടുതീ പോലെയാണ് ഈ ചിത്രം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും പടർന്നു പിടിച്ചത്. ചിലർ കമന്റുകളിൽ തന്നെ ചിത്രം AI നിർമ്മിതമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും മറ്റു ചില കമന്റുകൾ മംദാനിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇത്തരം പല AI നിർമ്മിത ചിത്രങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കൂടാതെ ജെഫ്രി എപ്സ്റ്റീൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, ഇസ്രായേലിലെ ടെൽ അവീവിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് തുടങ്ങിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനും പലരും AI നിർമ്മിത ചിത്രങ്ങൾ ഉപയോഗിച്ചതായും കാണാം. എന്തായാലും ലോകത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് സംശയങ്ങളായും ഒറ്റപ്പെട്ട സംഭവങ്ങളായും നമ്മൾ തള്ളിക്കളഞ്ഞ പലതിനെയും ശരിവെക്കുകയാണ്. വലിയ നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ വമ്പന്മാർ പങ്കാളികളായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ഇനിയെങ്കിലും ഇത്തരം ക്രൈം സിൻഡിക്കേറ്റുകളുടെ സംഘടിത സ്വഭാവം തിരിച്ചറിയാനും അതിജീവിതർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.